ത്രിദേവിമാരായ മാതാ സരസ്വതി, മാതാ കാളി, മാതാ ലക്ഷ്മി എന്നിവരുടെ സംയുക്ത ഊർജത്തിൽ നിന്നാണ് ത്രികുടദേവി അഥവാ വൈഷ്ണോ ദേവിയുടെ ജനനം. ത്രികുടദേവിക്ക് വിഷ്ണു ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചുവെന്ന് മനസ്സിലായപ്പോൾ കേവലം 9 വയസ്സുള്ള ബാലികയായിരുന്നിട്ടും അവൾ കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമായിരുന്നു, ശ്രീരാമനെ തന്റെ ഭർത്താവായി ലഭിക്കുക. ലോകത്തിലെ സകല സുഖങ്ങളും ത്യജിച്ച് വർഷങ്ങളോളം അവൾ ശ്രീരാമന്റെ നാമം ജപിച്ച് തപസ് തുടർന്നു. അങ്ങനെയിരിക്കെ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയതിനെ തുടർന്ന് ശ്രീരാമൻ സീതാദേവിയെ തേടി ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പോകുന്ന വഴിയിൽ ശ്രീരാമൻ തപസ്സനുഷ്ഠിക്കുന്ന ത്രികുടദേവിയെ കാണാനിടയായി. ദേവി ശ്രീരാമനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ മതിമറന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂർത്തിയാകാൻ പോവുകയാണെന്ന് അവൾ വിശ്വസിച്ചു. നിറഞ്ഞ ഭക്തിയോടെ അവൾ ശ്രീരാമനോട് പറഞ്ഞു, പ്രഭു, അങ്ങ് എന്നെ തന്റെ പത്നിയായി സ്വീകരിക്കണം. അങ്ങയുടെ പാദങ്ങളിൽ ആശ്രയം തേടി ഞാൻ വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുകയാണ്. എന്നാൽ ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായി മറുപടി നൽകി, ദേവി, ഈ അവതാരത്തിൽ ഞാൻ ഏകപത്നി വ്രതം എടുത്തിരിക്കുകയാണ്. എന്റെ വിവാഹം സീതാദേവിയുമായി കഴിഞ്ഞു. എനിക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. ത്രികുടദേവിക്ക് ഇത് കേട്ടപ്പോൾ വളരെ സങ്കടമായി. എങ്കിലും ശ്രീരാമന്റെ വാക്കുകൾ അവൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ ശ്രീരാമൻ ദേവിയെ പൂർണ്ണമായി നിരാശയാക്കിയില്ല. അദ്ദേഹം ദേവിക്കൊരു വാക്ക് നൽകി, ദേവി, ഈ ലോകത്ത് അധർമ്മം അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ കലിയുഗത്തിൽ ഞാൻ കൽക്കി അവതാരമായി വരും. ആ സമയത്ത് ഞാൻ ദേവിയെ വിവാഹം കഴിക്കും. അതുവരെ ദേവി ത്രികുട പർവ്വതത്തിലെ ദിവ്യമായ ഗുഹയിൽ എന്നെ കാത്തിരിക്കുക. ഈ ഗുഹയിൽ ദേവി എന്നെ കാത്തിരിക്കുമ്പോൾ ഭക്തരെ അനുഗ്രഹിക്കുകയും അവരുടെ ദുരിതങ്ങൾ അകറ്റുകയും ചെയ്യുക. ദേവിയുടെ നാമം വൈഷ്ണോ ദേവി എന്നറിയപ്പെടും. ദേവിയുടെ ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. ശ്രീരാമന്റെ ഈ വാക്കുകൾ ത്രികുടദേവിക്ക് വലിയ ആശ്വാസമായി. അന്നു മുതൽ ശ്രീരാമന്റെ ആ വാക്കുകളിൽ വിശ്വസിച്ച് വൈഷ്ണോ ദേവി ഇന്നും ആ ഗുഹയിൽ കൽക്കി അവതാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ഭക്തർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് തന്റെ പ്രിയതമന്റെ വരവിനായുള്ള അനന്തമായ കാത്തിരിപ്പിലാണ് മാതാ വൈഷ്ണോ ദേവി. ജയ് ശ്രീറാം, ജയ് മാതാ വൈഷ്ണോ ദേവി.